ഞാൻ പറയട്ടേടാ, ജോബ് കിട്ടാതിരിക്കുന്ന ഒരാൾക്ക് എന്ത് ജോബാന്നുള്ളതൊന്നും പ്രസക്തി ഇല്ല. ശരിക്കും പറഞ്ഞാൽ മരുഭൂമിയിൽ മഴ പെയ്യണ പോലെ. അതായത് എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആരൊക്കെയുണ്ട് ഇവിടെ? ഫസ്റ്റ് ടൈം ഗൈസ്, നമ്മൾ ഈ ഓട്ടോ ഓടുന്നത് സെക്യൂരിറ്റി ജോലിക്ക് പോകാനാണ്. നമ്മളിന്ന് സെക്യൂരിറ്റി ജോലിക്ക് പോകണം. നമ്മളിന്ന് കോർക്കിലോട്ടാണ് പോകാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ ടു കോർക്ക്. സെലീഷ സൺസ്ക്രീൻ ഇടാനൊക്കെയാണ് പറയുന്നത്. ആണ് വേറെ സെക്യൂരിറ്റീസാണ് കമ്മിങ്. എല്ലാവരും ബ്ലാക്ക് വേഷങ്ങളൊക്കെയാണ് അണിഞ്ഞിരിക്കുന്നത്. ഞാനും ബ്ലാക്കാണ് ഗൈസ്. ഗൈസ്, നമ്മൾ ട്രെയിൻ കയറാനാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ജോലിയെ പറ്റിയുള്ള വിവരങ്ങൾ ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നല്ല ജോലിയാണ് ഗൈസ്. ഗൈസ്, നമ്മൾ അതുകൊണ്ട് അവിടെയാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അവിടുന്ന് ബസ് കയറി സിറ്റി സെൻറ്ററിൽ പോകണം. അവിടെ നിന്ന് നമ്മുടെ ക്രൂ നമ്മളെ വിളിച്ച് നമ്മൾ കോർക്കിലോട്ടാണ് ഗൈസ് പോകുന്നത്. കോർക്ക്, ലെറ്റ്സ് ഗോ ടു കോർക്ക്. ഗൈസ്, നമ്മളങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി. ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. ഇതാണ് ഗൈസ് ഡബ്ലിൻ ബസ്. ഡബ്ലിനിലെ കാഴ്ചകൾ കണ്ടോ ഗൈസ്? നമ്മളിങ്ങനെ സിറ്റി സെൻറ്റർ വരെ പോകണം. ഇത് ബസ്സിൻ്റെ അപ്പർ ഡെക്കാണ് ഗൈസ്. പ്രേക്ഷകരെ, ഇവിടെ ഭയങ്കര കാറ്റാണ്. ഇതാണ് സ്പയർ ഗൈസ്. ഇവിടെയാണ് നമുക്ക് കുറേ ഫുഡുകളൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ്. ഇതാണ് ബസ്. നമ്മൾ ഡബ്ലിനിൽ നിന്നാണ് കോർക്കിലോട്ട് പോകുന്നത്. ഏകദേശം ഒരു 3 മണിക്കൂർ ട്രാവലുണ്ട്. അപ്പോൾ ഇതാണ് അയർലൻഡിൻ്റെ ഒരറ്റത്തു നിന്ന് വേറൊരറ്റത്തോട്ടാണ് നമ്മൾ പോകുന്നത് ഗൈസ്. വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടന്നുറങ്ങുന്ന ആതിര. ബാക്കി സെലീഷയുണ്ട്, കൃഷ്ണപ്രിയയുണ്ട്. എല്ലാവരും ഉറങ്ങി, ഞാൻ മാത്രം ഉറങ്ങിയില്ല. ബസ് ഇടയ്ക്ക് വെച്ചൊന്ന് നിർത്തി ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്ത് ഞങ്ങളൊരു കടയിലൊക്കെ കയറി. കോർക്കിലോട്ട് പോയ യാത്രയിലാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അയർലൻഡിലെ ആൾക്കാരുടെ പ്രധാന വരുമാനം എന്നുള്ളത് കൃഷിയാണെന്നുള്ളത്. റോഡ് നീളെ കൃഷിഭൂമികളാണ് ഞാൻ കണ്ടത്. പോകുന്ന വഴിക്ക് മൊത്തം പശുവും അങ്ങനത്തെ. വിൻഡ് മില്ല് കണ്ടോ ഗൈസ്? ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടതാണ്. ഇവിടെ ഭയങ്കര കാറ്റാണ്, അതുകൊണ്ട് വിൻഡ് എനർജി നല്ലതായിട്ട് കിട്ടും. പോകുന്ന വഴിക്ക് മഴയും പെയ്യും. അങ്ങനെ ഞങ്ങൾ ജോലി സ്ഥലത്തെത്തി ഗൈസ്. Adra, how is the job? ഞാൻ പറയട്ടേടാ, ജോബ് കിട്ടാതിരിക്കുന്ന ഒരാൾക്ക് എന്ത് ജോബാന്നുള്ളതൊന്നും പ്രസക്തി ഇല്ല. ശരിക്കും പറഞ്ഞാൽ മരുഭൂമിയിൽ മഴ പെയ്യണ പോലെ. അതെ അതെ, സത്യം സത്യം. എന്താ പറയണ്ട ഈ സെക്യൂരിറ്റി ജോബിനെ പറ്റി?
വളരെ ഒരു വളരെ പുതുമയേറിയ ഒരു അനുഭവമാണ്. അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആണോ? ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആരൊക്കെയുണ്ട് ഇവിടെ? ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈം ഞാനും ഫസ്റ്റ് ടൈം. ഹെർലിംഗ് എന്ന് പറഞ്ഞൊരു ഐറിഷ് ഗെയിമിൻ്റെ സ്റ്റീവാർഡ്സ് ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് ജോലി ചെയ്യുന്നത്. ആൾക്കാരൊക്കെ കൺട്രോൾ ചെയ്യുക, ഇങ്ങനെ വെറുതെ നിൽക്കുക, ഇതൊക്കെയാണ് നമ്മുടെ അങ്ങനെ ജോലി കഴിഞ്ഞ് എല്ലാവരും കോട്ട് തിരിച്ചു കൊടുക്കുകയാണ്. നമ്മൾ സെക്യൂരിറ്റി ജോബ് കഴിഞ്ഞ് വന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പിന്നെ ഫൺ ആക്ടിവിറ്റീസ് തരാൻ ആൽബിക്ക് കുറച്ചൊരു ഫണ്ണായിരുന്നു. സമയം പോയത് അറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഈ ബസ്സിലാണ് ഞങ്ങൾ ഇന്ന് കോർക്കിനൊക്കെ പോയത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ് ഗൈസ്. പണി കഴിഞ്ഞു. അങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് 1 more day in Ireland.